കൂട്ടുകാർക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കിൻ്റെ സ്പേസ് അനാവശ്യമായിട്ടുള്ള ഫയലുകൾ നീക്കം ചെയ്ത് വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ സോഫ്റ്റ്വെയർ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കാം. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എവിടെയെങ്കിലും കയറുമ്പോൾ ചുറ്റും കുറേ അനാവശ്യ വസ്തുക്കൾ ഇട്ടേക്കുകയാണെങ്കിൽ നമുക്ക് ആ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ അനാവശ്യ ഫയലുകളും ഫോൾഡറുകളും ഒക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിലെ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ തടസ്സം നേരിടും. അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം സ്ലോ ആവുന്നത്. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് പ്രൈവസി ഇറേസർ എന്നുള്ളൊരു സോഫ്റ്റ്വെയറാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരാം. വളരെ മനോഹരമായൊരു യൂസർ ഇൻ്റർഫേസാണ് ഇതിനുള്ളത്. ഇതിൽ നമുക്ക് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഹോം എന്ന സെക്ഷനിൽ സ്കാൻ, ക്വിക്ക് സ്കാൻ, ക്ലീൻ ആൻഡ് റീസ്റ്റാർട്ട്, ക്ലീൻ ആൻഡ് ഷട്ട് ഡൗൺ, ഇങ്ങനെ 3-4 ഓപ്ഷൻ ഉണ്ട്. ഇത് ഏകദേശം എല്ലാം ഒരേ ഇത് തന്നെയാണ്, ഫങ്ഷൻ തന്നെയാണ്. എന്നാൽ ഈ ക്ലീൻ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ക്ലീൻ ഷട്ട് ഡൗൺ തന്നെ ആ ക്ലീൻ ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് ആവുന്നു അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ആവുന്നു. സിസ്റ്റം ക്ലീൻ ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട്, അത് നമുക്ക് തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ റീസ്റ്റാർട്ട് ആകാം. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ശരിയായ വസ്തുത. നമുക്ക് തൽക്കാലം റീസ്റ്റാർട്ട് ഇതിൽ കാണിക്കാൻ ആവില്ല. ക്വിക്ക് ക്ലീൻ അല്ലെങ്കിൽ സ്കാൻ, ഇത് രണ്ടും കാണിച്ചു തരാം. ഫങ്ഷൻ ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ സിസ്റ്റം പെട്ടെന്ന് സ്കാൻ ചെയ്യുക മാത്രമല്ല, അത് ക്ലീൻ ചെയ്യുകയും കൂടി ചെയ്തു തരികയാണ്. മറ്റേ സ്കാൻ എന്ന് നമ്മൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്യണമെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നോക്കുക, അതിൽ ഓരോ ഫയലുകളും എഴുതി കാണിക്കുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും ഡിലീറ്റ് ആവുന്നത്, ഏതൊക്കെയാണ്, എത്ര സൈസ് ഉണ്ട്, ഏത് ഫോൾഡറിലാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ബ്രൗസറുകൾ, സോഫ്റ്റ്വെയറുകൾ ഇതൊക്കെ ഉപയോഗിക്കും തോറും നമുക്ക് ഓരോരോ ടെമ്പററി ഫയലുകൾ ഉണ്ടാവും. ആ ഫയലുകളാണ് ഇപ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് ആയിട്ട് കാണിച്ചത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഏതൊരു സൈറ്റ് എടുത്താലും അതിലൊരോ ഇമേജ് ഉണ്ടാവും. ഇതൊക്കെ ഓരോ ഇമേജാണ്. ഈ ഇമേജുകളൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ആയ ശേഷമാണ് നമ്മളത് വായിക്കാൻ അല്ലെങ്കിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഫയലുകളാണ് ഈ ബ്രൗസറിൻ്റെ ക്യാഷെയിലുണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഫയർഫോക്സ്, ക്രോം, ഓരോന്നിൻ്റെ ഇവിടെ സൈസ് നമുക്ക് കാണിക്കുന്നുണ്ട് എത്രയുണ്ടെന്ന്. ഇതിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ക്വിക്ക് ക്ലീനാണ്. ക്വിക്ക് ക്ലീൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഫങ്ഷനും ഒരേ സമയം വർക്ക് ചെയ്യും. അതിൽ എന്തൊക്കെ ഫങ്ഷനുകൾ ഉണ്ടെന്ന് അത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതുകൊണ്ട് നോക്കാം. ഇതിപ്പോൾ എന്നെ മൊത്തം സ്കാൻ ചെയ്തിപ്പോൾ കാണിച്ചിരുന്നില്ല, കാരണം ധാരാളം സമയം എടുക്കും. നമ്മുടെ സിസ്റ്റത്തിലെ ഫയലുകൾ നമ്മളത് സ്ഥിരം ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് കൂടുതൽ ഡിസ്ക് സ്പേസ് കിട്ടും, സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എപ്പോഴും നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ശരിക്കും എല്ലാ ദിവസവും ചെയ്യണമെന്നാണ്. നമ്മളാരും ചെയ്യാറില്ല. പക്ഷേ നിങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും 3 GB 4 GB എങ്കിലും സ്പേസ് കൂടുതൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആവും. നോക്കാം, വിൻഡോസിൽ വിൻഡോസ് എക്സ്പ്ലോററിൽ സ്റ്റാർട്ട് മെനു, അങ്ങനെ ഓരോ സെക്ഷനിൽ എന്തൊക്കെ ഫയലുകളാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് നമ്മൾ വെറുതെ ടിക്ക് ഇട്ടാൽ മാത്രം കൊടുത്താൽ മതി. അതിൻ്റെ നമ്മൾ ഇവിടെ പോയി ഈ ക്ലീൻ കൊടുക്കുക അല്ലെങ്കിൽ സ്കാൻ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഈ ഫയലുകൾ അനലൈസ് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് നമുക്കത് ക്ലീൻ ചെയ്യണമെന്ന് ചോദിക്കും. അവിടെ ക്ലീൻ കൊടുത്താൽ ക്ലീൻ ആവും. ഇതൊക്കെ വിൻഡോസിൻ്റെ സെക്ഷനിലുള്ളതാണ്. അടുത്ത ബ്രൗസറുകൾ, നമ്മൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ടാവും, അത് ഇൻബിൽട്ടായിട്ട് ഏത് സിസ്റ്റത്തിലുണ്ടാവും. ഫയർഫോക്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഫയർഫോക്സ്. ഗൂഗിൾ ക്രോം ഉണ്ട്, ഗൂഗിൾ ക്രോം. നമുക്കിത് മിനിമൈസ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. ഒപ്പേറ, അങ്ങനെ അതിൻ്റെയൊക്കെ കുക്കീസ്
സെഷൻ ഹിസ്റ്ററി, പിന്നെ സേവ്ഡ് പാസ്വേഡ്. ശ്രദ്ധിക്കുക, നമ്മളിത് ടിക്ക് ഇടുമ്പോൾ സേവ്ഡ് പാസ്വേഡിൽ ടിക്ക് ഇടരുത്. സേവ്ഡ് പാസ്വേഡിൽ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെയോ സുഹൃത്തിൻ്റെയോ അങ്ങനെയൊക്കെ പാസ്വേഡുകൾ റിമെമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അത് നോക്കിയിട്ട് ഈ സേവ്ഡ് പാസ്വേഡ് എന്നുള്ള ഭാഗം മാത്രം നമ്മൾ ടിക്ക് ഇടാണ്ടിരുന്നാൽ മതി. അതിനുശേഷം അത് നമ്മൾ ക്വിക്ക് ലിങ്ക് കൊടുക്കാം. പിന്നെ ആപ്ലിക്കേഷൻ, ഓരോ ആപ്ലിക്കേഷൻ്റെയും ഹിസ്റ്ററികൾ, നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളുടെ ഹിസ്റ്ററി ഇതിൽ നിന്ന് ചെയ്യാം, ക്ലീൻ ചെയ്യാം. ഫയൽ ഷെഡർ നമുക്ക് വളരെ ഉപയോഗമായ സാധനമാണ്. അതായത് ഒരു ഫയൽ എന്നേക്കുമായിട്ട്, അതായത് തിരിച്ചെടുക്കാനാവാത്ത വിധം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഫയൽ ഷെഡർ യൂസ് ചെയ്യാം. ഒരു ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. ഫയൽ ഷെഡർ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്താൽ ആ ഫയൽ ഒരിക്കലും പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് റിക്കവറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പോലും തിരിച്ചെടുക്കാനാവില്ല. പ്രത്യേകം ഓർക്കുക. ഡ്രൈവ് വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഓരോ ഫയലുകളും അടക്കും ചിട്ടയിലാണ്ടായിരിക്കും കിടക്കുന്നത്. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ സിസ്റ്റത്തിൽ ആ കിടക്കുന്നത് പല രീതിയിലായിട്ടായിരിക്കുള്ളൂ. അതൊക്കെ അടുക്കി ഒതുക്കി നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഡ്രൈവ് വൈപ്പർ യൂസ് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മാത്രം മതി. കുറച്ച് ടൈം എടുക്കും അതൊക്കെ വൈപ്പ് ചെയ്ത് തന്നെയെങ്കിൽ. അടുത്ത ടൂൾ സെക്ഷനിൽ വിൻഡോസ് സ്റ്റാർട്ടപ്പ്, അതായത് വിൻഡോസിൽ ലോഗോൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഭയങ്കര സമയം തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ അനാവശ്യമായിട്ടുള്ള ഓരോ ആപ്ലിക്കേഷനും സെലക്ട് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്യാം. ആൻറ്റിവൈറസ് തുടങ്ങിയ സാധനങ്ങളൊന്നും ഡിസേബിൾ ചെയ്യരുത്. നമുക്ക് നോക്കിയിട്ട് ഇപ്പോൾ ആവശ്യമുള്ള ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ടോക്ക്, അതൊക്കെ യാഹൂ മെസ്സഞ്ചറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം ചില സിസ്റ്റങ്ങളിൽ. അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ ആപ്പ് അൺഇൻസ്റ്റാളർ ഉണ്ട്. നോക്കാം, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണത്. സെലക്ട് ചെയ്യുക, എന്നിട്ട് അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഡിലീറ്റ് ആവുന്ന അൺഇൻസ്റ്റാളായി പോകും. സിസ്റ്റം റീസ്റ്റോർ ഉണ്ട്. നമ്മൾ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ ഒരു ദിവസത്തേക്ക് നമ്മുടെ സിസ്റ്റം റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ ഡേറ്റ് കാണിക്കും എന്നത്തെ ബാക്കപ്പാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അടുത്തുള്ളത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെയും പിന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ, അതായത് ബ്രൗസറുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എക്സ്റ്റൻഷനുകൾ റിമൂവ് ചെയ്യേണ്ടതെന്നാണ്. ആവശ്യമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക, ഇവിടെ ഡിസേബിൾ കൊടുക്കുക. അത് നോക്കിയിട്ട് മാത്രം, അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. സ്ഥിരമായിട്ട് ഇതുപോലുള്ള സിസ്റ്റം പെർഫോമൻസിലുള്ള സി ക്ലീനർ ഉണ്ട്. ഇതിൻ്റെ പേര് പ്രൈവസി ഇറേസർ എന്നാണ്. ഇതുപോലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എപ്പോഴും നല്ല പെർഫോമൻസ് ആയിരിക്കും തരുന്നത്.